പഞ്ചാബിൽ വൻ ഭീകരാക്രമണ പദ്ധതി പൊളിച്ചു. റെഡ് ലെറ്റർ ബോക്സിലൂടെ ഗ്രനേഡ് എത്തിച്ചു. പഞ്ചാബിൽ ആക്രമണത്തിന് മുൻപേ തന്നെ ISI പിന്തുണയുള്ള BKI ശൃംഖല പൊളിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി സംശയിക്കുന്ന ഭീകര ശൃംഖലയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. നിരോധിത ഭീകര സംഘടനയായ വെബർ ഗൽസ ഇന്റർനാഷണലിന്റെ പ്രമുഖ പ്രവർത്തകനെ അവിടെ മാരകശേഷിയുള്ള ഹാൻഡ് ഗ്രനേഡുമായി തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. പഞ്ചാബ് പോലീസ് ഡയറക്ടർ ജനറൽ ഗൗരവ് യാദവാണ് പോലീസിന്റെ വിവരപ്രകാരം തന്നെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ കൗണ്ടർ ഇന്റലിജൻസ് ജലന്ധർ വിഭാഗവും SBS നഗർ പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ഗ്രനേഡ് പ്രതിയുടെ കയ്യിലെടുത്തത് അത് അവിടെ കയ്യിലെത്തിയത് നേരിട്ടുള്ള കൈമാറ്റത്തിലൂടെയല്ല, മറിച്ച് ജലന്ധറിലെ ആദംപൂരിന് സമീപമുള്ള ഒരു ഡെഡ് ലെറ്റർ ബോക്സ് കേന്ദ്രത്തിൽ നിന്നാണ് പ്രതി ഈ സ്ഥാപക വസ്തു ശേഖരിച്ചതെന്നതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നേരിട്ട് കണ്ടുമുട്ടാതെ തന്നെ ആയുധങ്ങളും പണവും മറ്റു സാമഗ്രികളും കൈമാറാൻ ഉപയോഗിക്കുന്ന രഹസ്യ സംവിധാനമാണ് ഈ ഡെഡ് ലെറ്റർ ബോക്സ് എന്നത്. ഇതോടുകൂടി തന്നെ അന്വേഷണം ഒരു വ്യക്തിയുടെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആരാണ് ഈ രഹസ്യ കേന്ദ്രം അവിടെ നിയന്ത്രിച്ചത്? വിദേശത്തുള്ള ഭീകര നേതാക്കൾ ആരൊക്കെയാണ്? പഞ്ചാബിൽ ഇവർക്ക് സഹായം നൽകിയവർ ആരാണ് എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യമായി തന്നെ ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിലൂടെ തന്നെ നീങ്ങുന്നത്. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന ഭീകര നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചാബിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരിശോധനയിൽ 86P വിഭാഗത്തിൽപ്പെട്ട ഹാൻഡ് ഗ്രനേഡും പിടിച്ചെടുത്തു. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെയും സ്ഫോടക വസ്തു നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഭീകര ശൃംഖലയും അതിന് പഞ്ചാബിൽ ലഭിക്കുന്ന പ്രാദേശിക സഹായം കണ്ടെത്തുകയാണ് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ഗ്രനേഡ് മാത്രമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്, പക്ഷേ അന്വേഷണ സംഘം തേടുന്നത് അതിന് പിന്നിലെ മുഴുവൻ ശൃംഖലയെ കൂടിയാണ്. അത് മാത്രമല്ല ആക്രമണം നടപ്പാക്കുന്നതിന് മുൻപേ തന്നെ പ്രതിയെ പിടികൂടുന്നതായി തന്നെ സുരക്ഷാ ഏജൻസികൾക്ക് നിർണായക നേട്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കും റെയ്ഡുകൾക്കും സാധ്യതയുണ്ട്. ഗ്രനേഡ് എത്തിച്ചത് ഡെഡ് ലെറ്റർ ബോക്സിലൂടെ പിന്നിൽ വിദേശത്തെ ഭീകര നേതാക്കളോ എന്നതും ഇവിടെ സംശയമാകുന്നു. പഞ്ചാബിലെ ഭീകര ശൃംഖലയുടെ പുതിയ കണ്ണുകൾ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇനി നിർണായകമാകുന്നത്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സ്ഫോടക വസ്തു നിരോധിത നിയമത്തിലെയും വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പ്രധാന സൂത്രധാരന്മാരെയും ഇവർക്ക് തദ്ദേശീയമായി തന്നെ ലഭിച്ച സഹായങ്ങളെയും കുറിച്ച് അവിടെ വലിയ രീതിയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് എന്നതാണ് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരമടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.